കണ്ണൂരിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിയുന്ന CCTV ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂമാഹി ചാലക്കര സ്വദേശി അരുണിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, കൃത്യമായി ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. ആര്യ, കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഇത്തരത്തിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായത്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം പലയിടങ്ങളിലായി BJP CPM സംഘർഷം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും തുടക്കത്തിൽ മാഹിയിൽ വെച്ച് ഇത്തരത്തിൽ ഈ CPM പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് BJP പ്രവർത്തകന്റെ വീടിന് നേരെ ഈ ബോംബേർ ഉണ്ടായത്. ഈ ബോംബേറിലാണ് ഇപ്പോൾ CPM പ്രവർത്തകനായ ചാലക്കര സ്വദേശി അരുണിനെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബോംബേറിന് തൊട്ട് പിന്നാലെ ഈ കോടിയേരി പാറാലിൽ 2 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. അതിൽ 4 BJP പ്രവർത്തകരുടെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ഇത്തരം മേഖലകളിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ നമുക്കറിയാം, പാനൂരിലടക്കം ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴും സമാനമായ രീതിയിൽ ബോംബ് നിർമ്മാണവും ബോംബേറ് നടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ബോംബേറിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശരി.